നോക്കാം. പയ്യന്നൂരിലെ ഫണ്ട് വിവാദത്തിൽ വി കുഞ്ഞികൃഷ്ണനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനമായി. ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് തീരുമാനമായത്. നാളെ ചേരുന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിന് ശേഷം ഈ തീരുമാനം പ്രഖ്യാപിക്കും. പ്രതീക്ഷിച്ച നടപടിയാണെന്നും കേരളം ബംഗാളാകാനുള്ള സാധ്യതയാണ് തെളിയുന്നതെന്നും നടപടി പ്രഖ്യാപിച്ചതിന് പിന്നാലെ കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു. പാർട്ടി ഇത്തരമൊരു ഗൗരവമായ ആലോചന നടത്തുന്നില്ലെങ്കിൽ ഇങ്ങനെയൊരു പ്രവർത്തക യോഗം വിളിക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ ഇത് ഇന്നത്തെ സെക്രട്ടേറിയറ്റോ നാളത്തെ ജില്ലാ കമ്മിറ്റിയോ ആലോചിച്ച് തീരുമാനിക്കുന്ന ഒരു കാര്യം മാത്രമല്ല, നേരത്തെ തന്നെ ഇതിൻ്റെ ആലോചനകൾ നടന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് 27-ാം തീയതി പയ്യന്നൂരിൽ ഈ കാര്യങ്ങൾ വിശദീകരിക്കാൻ പ്രവർത്തക യോഗം വിളിച്ചു ചേർത്തിട്ടുള്ളത് എന്ന് ഞാൻ നേരത്തെ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ യോഗത്തിൻ്റെ വിവരം എൻ്റെ വാട്സപ്പിൽ നേരത്തെ തന്നെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പുതിയ ഒരു കാര്യമായി ഞാൻ കാണുന്നേ ഇല്ല. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു തീരുമാനമായും ഞാൻ കാണുന്നില്ല. കാരണം പാർട്ടിക്ക് പാർട്ടിയുടേതായ തീരുമാനം എടുക്കാനുള്ള അവകാശമുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത ഒരു കാര്യം നടന്നു എന്നുള്ളത് കൊണ്ടാണ് അത് പാർട്ടി സംഘടനാ രീതി അനുസരിച്ച് പാർട്ടിക്കകത്തുന്നയിക്കാൻ സന്നദ്ധമായത്. പാർട്ടിക്കകത്തുന്നയിച്ച് ഒരു പ്രയോജനവുമില്ല എന്ന് ബോധ്യപ്പെട്ട ഘട്ടത്തിലാണ് ജനങ്ങളോട് തുറന്നു പറയാൻ സന്നദ്ധമായത് എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കാനുള്ളത്. പാർട്ടി ഇത്തരമൊരു കൂടുതൽ വിവരങ്ങൾ ഫെലിക്സ് പുളിക്കൽ നൽകും. ഫെലിക്സ്, പാർട്ടിയിലെ ഏറ്റവും ഗുരുതരമായ ഒരു വിഷയം ഫണ്ട് തട്ടിപ്പ് വിഷയമാണ് ചൂണ്ടിക്കാണിച്ചത്. അതിന് പിന്നാലെയാണ് ഈ നടപടി ഉണ്ടായിരുന്നത്. പക്ഷേ അതിൽ കൃത്യമായ അന്വേഷണം നടത്തി ഒന്നും തന്നെ കണ്ടെത്താനായില്ല എന്നുള്ളതായിരുന്നു പാർട്ടി നൽകിയ വിശദീകരണം. പാർട്ടിക്കുള്ളിലെ സംഘടനാ രീതി പാലിച്ചില്ല എന്നതടക്കമുള്ള വിഷയങ്ങൾ വിലയിരുത്തിയാണോ ഇപ്പോൾ ഈ നടപടിയിലേക്ക് എത്തിയിരിക്കുന്നത്? പാർട്ടി നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചുകൊണ്ട് ഈ കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ച ആരോപണങ്ങളൊക്കെ പൂർണ്ണമായും തള്ളിയതാണ്. സ്വാഭാവികമായും ഈ നടപടി തന്നെ അദ്ദേഹം പ്രതീക്ഷിച്ചു എന്ന് പറയുന്നു. സ്വാഭാവികമായും അത് തന്നെയാണ് ഉണ്ടാവുകയാണ്. കാരണം പാർട്ടി ഒരു വേള തീരുമാനിച്ച ഒന്നാണ്, ആ തീരുമാനത്തിന് വ്യതിചലിച്ച് വീണ്ടും അത് അന്വേഷിക്കാൻ കഴിയില്ല. കാരണം ഒന്ന് അന്വേഷിച്ചതാണ്, അല്ലെങ്കിൽ മറ്റൊരു തീരുമാനം എടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് പുറത്താക്കൽ എന്ന തീരുമാനം നേരത്തെ തന്നെ പ്രതീക്ഷിച്ച് തന്നെയാണ്. നേരത്തെ കെ രാഗേഷ് ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കിയിരുന്നു, ഇത്തരം ആളുകളെ ഒന്നും വെച്ച് പൊറുപ്പിക്കില്ല പാർട്ടിയിൽ നിന്ന്. ഏതായാലും 50 വർഷക്കാലം, അരനൂറ്റാണ്ട് ഈ CPM-ൻ്റെ മെമ്പറായിരുന്ന വ്യക്തിയാണ്, പ്രവർത്തകനല്ല മെമ്പറായിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നത്. പയ്യന്നൂർ പോലെ CPM-ൻ്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രത്തിൽ പാർട്ടിക്കൊപ്പം വളർന്ന വ്യക്തിയാണ്. ഏരിയ സെക്രട്ടറിയായി മാറി, പിന്നീട് ജില്ലാ കമ്മിറ്റി അംഗമായി. ആ ജില്ലാ കമ്മിറ്റി അംഗമായ കുഞ്ഞികൃഷ്ണനെയാണ് ഇപ്പോൾ പുറത്താക്കാൻ പാർട്ടി തീരുമാനിച്ചത്. ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങുന്നത് 2022-ലാണ്. 2022-ൽ കുഞ്ഞികൃഷ്ണൻ പാർട്ടിയിൽ ഒരു ആരോപണം ഉന്നയിക്കുന്നു. അതായത് ധനരാജിൻ്റെ രക്തസാക്ഷിത്വ ഫണ്ടിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ട്, തെരഞ്ഞെടുപ്പ് ഫണ്ടിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ട്. ഒപ്പം തന്നെ പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണ ഫണ്ടിലും തട്ടിപ്പ് നടന്നിട്ടുണ്ട്. അത് പാർട്ടി 2-അംഗ കമ്മീഷനെ വെച്ച് അന്വേഷിച്ചു. കുഞ്ഞികൃഷ്ണൻ ആരോപണം പൂർണ്ണമായും തെറ്റെന്നാണ് പാർട്ടി എന്ന് വ്യക്തമാക്കിയത്. അതിനുശേഷം 2025-ലും സമാനമായ രീതിയിൽ EP ജയരാജനുമായി ബന്ധപ്പെട്ട ആ വിഷയം ഉന്നയിച്ചു. അതും അന്വേഷണ കമ്മീഷനെ വെച്ച് അന്വേഷിച്ചു. അതിലും പാർട്ടി കുഞ്ഞികൃഷ്ണനൊപ്പമായിരുന്നില്ല. ഏതായാലും ഇതിനൊക്കെ ശേഷമാണ് കൃത്യമായ അന്വേഷണം നടത്തിയ ശേഷമാണ് നടപടി സ്വീകരിച്ചത് എന്നുള്ളതാണ് പാർട്ടിയുടെ വിശദീകരണം. പയ്യന്നൂരിലെ ഫണ്ട് വിവാദത്തിലാണ് വി കുഞ്ഞികൃഷ്ണനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നത്. ഫെലിക്സ് പുളിക്കലാണ് വിവരങ്ങൾ പങ്കുവച്ചത്.